ആസ് എ ന്യൂ കമർ ഇൻ ജർമ്മനി, അക്കോമഡേഷനൊക്കെ കിട്ടിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് സിറ്റി രജിസ്ട്രേഷൻ. നിങ്ങൾ ജർമ്മനിയിലെ ഏത് സിറ്റിയിലാണോ താമസിക്കാനായിട്ട് പോകുന്നത് അവിടുത്തെ നിയറസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ സിറ്റിസൺസ് ഓഫീസിലാണ് അൺമെൽഡും അഥവാ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഏതൊരു ഓഫീസിൽ പോകണമെങ്കിലും അപ്പോയിൻമെന്റ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് നമ്മുടെ പാസ്പോർട്ടും രണ്ടാമത്തത് വോനുങ്സ് ഗെബാബ് സ്റ്റേറ്റിഗും എന്ന് വെച്ചാൽ കൺഫർമേഷൻ പേപ്പർ ഫ്രം ദ ലാൻഡ് ലോർഡ് എന്ന് കഴിയുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻവൽഡ് കിട്ടുന്നതാണ്. ഈ ഓൺലൈൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ചോദിക്കാവുന്നതാണ്. അവരപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് തരും. നിങ്ങളിവിടെ ഒരു സിറ്റിയിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സിന് മുന്നേ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വന്നേക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലോക്കൽ സിറ്റിസൺസ് ഓഫീസ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് DM me. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു ദം. അടുത്ത വീഡിയോയിൽ കാണാം. Cheers.